ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരു 5 മിനിറ്റ് വൈകിട്ടോ. കാരണം എന്താ വെച്ചാൽ രാവിലെ ജഗ പുകയായിരുന്നു കേട്ടോ. ഇന്നിവിടെ ഹർത്താലാണേ, വയനാട്ടിൽ ഹർത്താലാണെന്ന്. അന്നേരം ഹർത്താൽ ഡേ ആണ്. വണ്ടികളും കുട്ടികളും സ്കൂളൊന്നും പോയിട്ടില്ല. പിന്നെ പൊന്നുകുട്ടിക്ക് ഇന്നൊരു എക്സാം ഉണ്ട് കേട്ടോ, സ്കോളർഷിപ്പിൻ്റെ സംസ്കൃതത്തിൻ്റെ. അതിന് പോകണം. അതുകൊണ്ടില്ല രാവിലെ തന്നെ ജഗ പോക പരിപാടിയാണ് കേട്ടോ. കാരണം 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ടൗണിലെത്തണം. വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ കൊണ്ടുപോയി ആക്കി കൊടുക്കണം ടൗൺ വരെ. രാവിലെ തന്നെ നല്ല മഞ്ഞും തണുപ്പാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ അന്നേരം മീൻ വാങ്ങിക്കാൻ വേണ്ടി മീൻകാരനെ കാത്തിക്കാണ് കേട്ടോ അവിടെ. അന്നേരം മീൻകാരനെ കാത്തിക്കുന്നു. നല്ല മഞ്ഞാണ്. വണ്ടീൻ്റെ മുകളിലൊക്കെ ഉണ്ടോ മഞ്ഞ് വീണിട്ട്. നമ്മളൊക്കെ പണ്ടുണ്ടായിരുന്നില്ല, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ വണ്ടി നിർത്തിയിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേര് എഴുതി വെക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. സ്കൂളിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേര് എഴുതി വെക്കും. അതാ മീൻകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പഴയ മീൻ തന്നെ ആയിരിക്കും, എന്നാലും ഇന്ന് മീൻ വാങ്ങിക്കാതെ രക്ഷയില്ല. വേറെ എന്ത് കറി വയ്ക്കുന്നുള്ള ചിന്താഗതിയായിരുന്നു. അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറേ പലതരം മീനുകളും ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലേശം മത്തി വാങ്ങിച്ചു കേട്ടോ. നമുക്കതാണ് പറ്റത്തുള്ളൂ. ബാക്കി ഞണ്ട് നത്തളൊന്നും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കൽ നടക്കത്തില്ല. എനിക്ക് നണ്ടിൻ്റെ പരിപാടിയൊന്നും എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ കൂട്ടൂല കേട്ടോ. ചാമട്ടനൊക്കെ നന്നാക്കി തന്നാൽ ഞാൻ വെക്കുന്നുള്ളൂ. പിന്നെ കിളിമീൻ ഉണ്ടായിരുന്നു. കിളിമീൻ തീരെ ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. മുള്ളു ഭയങ്കരമായിരിക്കും കേട്ടോ. പിന്നെ വേഗം ചടപടേന്ന് വേഗം മീനൊക്കെ നന്നാക്കലൊക്കെ വേഗമായിരുന്നു കേട്ടോ. കാരണം ഞാൻ 8:30 ആകുമ്പോഴത്തേക്കാണ് മീൻ നന്നാക്കിയത്. പിന്നെ കുഞ്ഞാപ്പക്കുട്ടീനെ കൂട്ടുന്നില്ല, കുഞ്ഞാപ്പക്കുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അത് തലപ്പുഴ വരെ പോകുന്നതുകൊണ്ട് അവളെ കൂട്ടിയിട്ടില്ല. അവളും ചക്കരയും വീട്ടിലിരുന്നു കേട്ടോ. ഒന്ന് സ്കൂളുണ്ട്, പക്ഷേ വണ്ടികളില്ലാത്തതുകൊണ്ട് സ്കൂള് കുട്ടികളാരും കുറവാണെന്ന് തോന്നുന്നു. ടീച്ചേഴ്സൊക്കെ പോകുന്ന കണ്ടായിരുന്നു ഞങ്ങൾ ടൗണിലെത്തിയപ്പോൾ. പിന്നെ വേഗം റെഡിയായി. ഇതാ എല്ലാം വലിച്ചുവാരി ഇട്ടേക്കാണ് കേട്ടോ. ഒന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് കുറച്ച് പണികളാക്കി വെച്ചിട്ട് ഞാൻ പൊന്നൂസും കൂടെ വേഗം നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തലപ്പുഴ പോയി ബസ് സ്റ്റാൻഡിൽ പോയി കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നു. വാഹനങ്ങളൊക്കെ സ്വന്തം വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട്. കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല കേട്ടോ. ശൂന്യമാണ് ടൗൺ. ഇങ്ങനെയല്ല, ഒരു ശൂന്യതയാണ് ടൗണിലേക്ക്. പിന്നെ സാറ് അവളെ കൂടെ ഒരു കൊച്ചും കൂടി ഉണ്ട്. ഇവർ 6 കുട്ടികളാണ് കേട്ടോ പോണത്. കണിയാമ്പറ്റ സ്കൂളിലേക്കാണ്, കമ്പളക്കാടോ കണിയാമ്പറ്റ അങ്ങനെ എന്തോ സ്കൂളിൻ്റെ പേര് പറഞ്ഞേ, അങ്ങോട്ടേക്കാണ് പോണത്. സാറിൻ്റെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ അവർ പോയത്. അന്നേരം ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഇടിച്ചക്ക കണ്ടു, അതും പറിച്ച് ഞാനിതാ ഇങ്ങനെ പോന്നു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ, ബാക്കി കാണാം.